ബബ്ബബ്ബ കളക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബബ്ബബ്ബ സിനിമ 21 ദിവസങ്ങൾ തിയേറ്ററുകളിൽ റൺ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. 21ാം ദിവസം സിനിമയ്ക്ക് കേരളത്തിൽ നിന്നും കളക്ഷൻ നേടാൻ സാധിച്ചത് 3,50,000 രൂപയാണ്. സിനിമയ്ക്ക് 21ാം ദിവസം കേരളത്തിൽ നിന്നും കളക്ഷനായി വന്നിരിക്കുന്നത്. ഇതോടുകൂടി 21 ദിവസത്തെ ടോട്ടൽ കേരള കളക്ഷൻ എന്ന് പറയുന്നത് 26,68,00,000 രൂപയിലേക്ക് സിനിമയുടെ കളക്ഷൻ വന്നു നിൽക്കുന്നു. സിനിമ ഇപ്പോഴും തരക്കേടില്ലാത്ത കളക്ഷനുമായി തിയേറ്ററുകളിൽ മുന്നേറുകയാണ്. മറ്റു സിനിമകളുടെ റിലീസ് ഒഴിവാക്കിയത് കാരണം സിനിമയ്ക്ക് ഇപ്പോഴും സ്ക്രീനുകൾ ലഭ്യമാണ്. സിനിമയുടെ ടോട്ടൽ 21 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ അങ്ങനെ 46,77,00,000 രൂപയിലേക്കാണ് ദിലീപ് സിനിമയ്ക്ക് എത്താൻ സാധിച്ചത്. നെഗറ്റീവ് റെസ്പോൺസ് നേടിയിട്ടും സിനിമ ഇപ്പോഴും കളക്ഷൻ കൂടുന്ന കാഴ്ച കാണുന്നുണ്ട്. സർവവുമായും അങ്ങനെ 14 ദിവസങ്ങൾ കേരള തിയേറ്ററുകൾ റൺ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സിനിമയ്ക്ക് ഗംഭീര കളക്ഷനാണ് ഇപ്പോഴും നേടാൻ സാധിക്കുന്നത്. 14ാം ദിവസം സിനിമയ്ക്ക് കേരളത്തിൽ നിന്നും കളക്ഷൻ നേടാൻ സാധിച്ചത് 1,53,00,000 രൂപയിലേക്കാണ് സിനിമയുടെ കളക്ഷൻ വന്ന് നിൽക്കുന്നത്. സിനിമ ഇതുവരെയായിട്ടും കേരളത്തിൽ നിന്നും 1 കോടിക്ക് താഴെ പോയിട്ടില്ല. 14 ദിവസത്തെ ടോട്ടൽ കേരള കളക്ഷൻ എന്ന് പറയുന്നത് 56,74,00,000 രൂപയാണ് നിവിൻ പോളി സിനിമ ഇപ്പോൾ നേടിയിരിക്കുന്നത്. സിനിമയുടെ ടോട്ടൽ 14 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനാണ് ഏവരെയും ഞെട്ടിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 118 കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുകയാണ്. നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവ് ഗംഭീരമായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.